അയ്യോ ഗൈസ്, ഇത്രയും വിലയുടെ നൈറ്റി എനിക്ക് ഓർക്കാൻ വയ്യ ഗൈസ്. ഹായ് ഫ്രണ്ട്സ്, നമ്മളെ കൂടി ഈ സാധാ നമ്മൾ ഒരു 250 നൈറ്റി ഇടുന്ന എനിക്ക് എൻ്റെ അപ്പിയാണെങ്കിൽ ഒരു 2999 നൈറ്റി തന്നു. അപ്പോൾ ആ നൈറ്റി എനിക്ക് എങ്ങനെ ഇടണം, അത്രയും വിലയുടെയൊക്കെ ഒന്നും നമ്മൾ താങ്ങത്തില്ല. കാരണം നമ്മളിപ്പോഴത്തെ സാധാരണപ്പെട്ട ആൾക്കാർക്ക് ആ വിലയുടെയൊക്കെ കേൾക്കുമ്പോഴത്തേക്ക് അയ്യോ ഇത്രയും വിലയുടെ നൈറ്റി വന്ന്. അപ്പോൾ ഞാൻ നൈറ്റി ഒന്ന് ഞാൻ കാണിക്കാം. അപ്പോൾ നൈറ്റി കണ്ടപ്പം മുതലേ നിങ്ങൾക്കുള്ളതായിട്ടൊന്ന് വീഡിയോ ചെയ്യണം എന്നോർത്താണ്. ഇതിങ്ങനെ കോട്ടൊക്കെ ഉണ്ട്. നമുക്ക് അയ്യോ അതിൻ്റെ സ്ലിപ്പ് എൻ്റെ കയ്യിൽ നിന്ന് പൊട്ടി. ഇതിനകത്തിലിങ്ങനെ പിൻ ചെയ്തിരുന്നതായിരുന്നു അതിൻ്റെ സ്ലിപ്പ്, എടുത്തവ പൊട്ടിപ്പോയി. ഇങ്ങനെ രണ്ടിതായിട്ടാണ് കാണിക്കാൻ. ആദ്യം നമ്മൾ അകത്ത് ഇടുന്ന ഇത് ഇങ്ങനെ സ്ലീവ് കൊച്ച് കൈ വന്നിട്ട് ഇങ്ങനത്തെ തുണിയാണ്. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ മുകളിലാണ് ഇങ്ങനൊരു കോട്ട്. അതിന് കൈയൊക്കെ ഉണ്ട്, നല്ല ഇങ്ങനെ കൈയൊക്കെ വെച്ച് ഉള്ളൊരു ഇതാണ്. കെട്ടാനായിട്ട് നമുക്ക് മുറുകി കെട്ടാനൊക്കെ വള്ളിയൊക്കെ ഉണ്ട്. എങ്ങനെ കെട്ടേണ്ടതെന്നൊന്നും എനിക്കറിയത്തില്ല. 2-3 വള്ളിയൊക്കെ ഇത് അപ്പുറം ഇപ്പുറമൊക്കെ ഉണ്ട്. ഇതാണ്ടേ ഇവിടെയൊക്കെ 2-3 വള്ളിയൊക്കെ ഉണ്ട്. ഇതെങ്ങനെ കെട്ടേണ്ടതെന്നുള്ള ഒരു പരിവവും എനിക്കറിയത്തില്ല. കാരണം നമ്മൾ കണ്ടല്ല, നമ്മൾ പാവത്തുങ്ങളാണ്. നമ്മളുടെ 250 രൂപ ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഗൈസ്. അപ്പോൾ അത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നു. കാരണം ഇതൊക്കെ നമ്മളെക്കൂട്ടുള്ള സാധാരണപ്പെട്ട എനിക്ക് സ്വപ്നത്തിൽ പോലും കാണാൻ പറ്റാത്ത ഒരു വിലയുടെ നൈറ്റിയാണ് ഞാൻ ഇടുന്നത്. ചുരിദാറൊക്കെ സമ്മതിക്കാൻ നമുക്ക് ഇത്രയും വിലയുടെയൊക്കെ ഇട്ടെന്ന് വരാം. പക്ഷേ നൈറ്റി ഇത്രയും വിലയുടെ ഞാൻ ആദ്യമായിട്ട് കണ്ടപ്പോൾ ഞാൻ തല ഇറങ്ങി വീണ്. ഞാൻ ഈ പൈസയ്ക്ക് ഞാൻ എത്ര നൈറ്റി എടുത്തിന്? 5-8 നൈറ്റിയും 2-3 ചുരിദാറും, വീട്ടിലിടുന്ന ചുരിദാറും, എല്ലായിടത്തും പോകുന്ന ചുരിദാറും എല്ലാം വാങ്ങിക്കായിരുന്നു. എൻ്റെ കൃഷ്ണ, ആ പൈസയായിട്ട് അപ്പി എനിക്ക് തന്നിരുന്നെങ്കിൽ എന്ന് ഞാൻ ആലോചിച്ച് ഈ നൈറ്റി കണ്ടപ്പോഴത്തേക്ക്, നൈറ്റിയുടെ വില കണ്ടപ്പോഴത്തേക്ക്, നൈറ്റി കണ്ടപ്പോഴല്ലേ നൈറ്റിയുടെ വില ഉണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് ഇട്ടിട്ട് വരാം. എനിക്ക് നന്നായിട്ട് കണ്ടു. അകത്തൊരു വള്ളിയായിട്ട് നമുക്കിതൊന്ന് കെട്ടുവാണെന്ന് തോന്നുന്നു. ഇങ്ങനെ കെട്ടിയിട്ട് ഇതിനകത്തൊരു വള്ളി ഉണ്ടല്ലോ, ഇവിടെ ഒരു വള്ളിയുണ്ട്. ഈ വള്ളിയും കൂടെ കെട്ടുവാണെന്നാണ് തോന്നുന്നത്. എനിക്കറിയത്തില്ല, കാരണം ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ഡ്രസ്സ് ഇടുന്നത്. കൊള്ളാം ഗൈസ്, കൊള്ളാമല്ലോടാ. ഇത് നല്ല സോഫ്റ്റ് ഉണ്ട് കേട്ടോ. ഈ തുണി ഇട്ടിട്ട് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ഞാനൊക്കെ എന്ന് വെച്ചാൽ നമ്മൾ ഈ ഫുഡ് ഉണ്ടാക്കുന്നതിൻ്റെ ഇടയ്ക്ക് കയ്യിലൊക്കെ നമ്മൾ ഈ ഡ്രസ്സിലോട്ട് അങ്ങ് തൂക്കും. പക്ഷേ ഇതിലൂടെ എങ്ങനെ തൂക്കും ഞാൻ? അതാണ് എൻ്റെ ഗൈസ്. ഇനി ഇങ്ങനെ തന്നെയാണോ കിട്ടുന്നതെന്ന് എനിക്കറിയത്തില്ല ഗൈസ്. ഇനി ഇങ്ങനെ തന്നെയാണോ എനിക്കറിയത്തില്ല. ഇതിൻ്റെ ഇങ്ങനെയാണ് ഇത് പോയേക്കുന്നത്. ഇനി ഇച്ചിരി ലൂസാക്കി കെട്ടണോ എന്നൊന്നും എനിക്കറിയത്തില്ല. അറിയാവുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ഇടുക. പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു ഫ്രണ്ട്സ്. ഞങ്ങളെ പോലുള്ള സാധാരണപ്പെട്ടവരെ ഒന്ന് പ്രോത്സാഹിപ്പിക്കണം. ഓക്കെ, എൻ്റെ നൈറ്റി കണ്ടോ ഗൈസ്, എൻ്റെ നൈറ്റി കണ്ടോ ഗൈസ്? എനിക്ക് ഇഷ്ടപ്പെട്ടു ഗൈസ്, എനിക്ക് ഇഷ്ടപ്പെട്ടു. പാവം എൻ്റെ അപ്പി എനിക്ക് വേണ്ടി തന്നാണ് ഗൈസ്. ഒരുപാട് നന്ദി അപ്പി, ഒരുപാട് നന്ദി. ഓക്കെ, താങ്ക് യു ഫ്രണ്ട്സ്.